ഹലോ ഗൈസ്, ഇൻഫിനിറ്റിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് 172 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. 172 പോയിന്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 300 പോയിന്റോളം ഗ്യാപ് ഡൗൺ കാണിച്ചിരുന്നു. സോ മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് നമുക്കൊരു വ്യൂ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് നമ്മൾ കരുതി. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സോ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. സോ 23,500 നമ്മുടെ മാർക്കറ്റ് എത്തുമോന്നും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാമെന്ന് കരുതി 23,500 എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് കിട്ടി. സോ ഒരു കൺഫർമേഷനായിട്ട് അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഡോജിയും വന്നു. സോ നമ്മളൊരു കൺഫർമേഷൻ ട്രേഡ് ഇവിടെ നിന്ന് എടുത്ത് 23,450 PE ആണ് എടുത്തത്. ഈ ക്യാൻഡിലിന് മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുത്തു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,365 ആയിരുന്നു. അവിടുന്ന് നമ്മൾ എക്സിറ്റായി. അടുത്ത് നമ്മൾ കുറച്ച് നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാം. 23,365 ഫാൾ ആവുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാമെന്ന് കരുതി അടുത്ത നമ്മുടെ ട്രേഡ് വന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ താണ്ട ഒരു ഡോജി ക്യാൻഡിൽ വന്നു. സോ ഒരു റിവേഴ്സൽ കാണിച്ചു. അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു റെഡ് ഹാമർ ആയിരുന്നു. സോ നമുക്കൊരു കൺഫർമേഷൻ ആയില്ല. അടുത്ത ക്യാൻഡിലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നല്ലൊരു റെഡ് ക്യാൻഡിലാണ്. സോ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാനും ഒരു സാധ്യതയും തോന്നി. സോ 23,365 ഫാൾ ആവുന്നുണ്ടോ നമ്മൾ വാച്ച് ചെയ്തു. അടുത്ത ക്യാൻഡിൽ 23,365 ക്രോസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നു. സോ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. 23,400 ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് 23,110 ആയിരുന്നു. കറക്റ്റ് അവിടെ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ കുറച്ച് നേരം 23,250 ഇതാണ്ട് ഇവിടെയും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ, ഇതൊരു ടെമ്പററി ലൈനാണ്, ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ഇനി തിങ്കളാഴ്ചത്തെ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ 2 ഡേയ്സ് മാർക്കറ്റ് ഹോളിഡേ ആണ്. സോ ന്യൂസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. കഴിഞ്ഞ 2 മൺഡേകളിലും നമുക്ക് ഒരു നല്ല ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടായത്. സോ മുകളിലോട്ട് നമുക്കൊരു വ്യൂ വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വേണം. അപ്പോൾ എല്ലാവരും ന്യൂസ് നോക്കുക. എന്നാലും നമ്മുടെ ജസ്റ്റ് ലെവലുകൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. 23,170 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് മുകളിലോട്ടൊരു വ്യൂ വേണമെങ്കിൽ 23,250 സസ്റ്റെയിൻ ചെയ്യണം. അല്ലാതെ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡ് അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതല്ല. 23,250 സസ്റ്റെയിൻ ചെയ്ത് ഒരു അപ്വേർഡ് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,365, സെക്കൻഡ് 23,500. 23,500 മാർക്കറ്റ് എത്തുകയാണെങ്കിൽ 23,500 സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് താഴോട്ട് നല്ലൊരു ഫോള് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 23,110 അടുത്തായിട്ട് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,110 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 23,110 സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ 23,000 നമ്മുടെ അടുത്ത സപ്പോർട്ട്. 23,000 കഴിഞ്ഞ അടുത്ത സപ്പോർട്ട് 22,850 അടുത്ത സപ്പോർട്ട് 22,500 നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിലും നമ്മുടെ ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിലും നമുക്ക് നല്ലൊരു റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. സോ നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് 23,000 23,000 മാർക്കറ്റിൽ അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുക. 23,000 ചിലപ്പോൾ ഒരു റിവേഴ്സലിനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ 23,000 നല്ല ഒരു പുട്ട് റേറ്റിംഗ് കാണാൻ കഴിയുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 23,000 നല്ലൊരു പുട്ട് റേറ്റിംഗ് കാണാൻ കഴിയുന്നുണ്ട്. 23,000 ഫാൾ ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,850, സെക്കൻഡ് 22,721, തേർഡ് 22,500. സോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ മാർക്കറ്റ് ടൈമിൽ ലൈവ് അപ്ഡേഷൻസ് നൽകുന്നതാണ്. കോളോ പുട്ടോ ഒന്നുമല്ല, ജസ്റ്റ് അനാലിസിസുകൾ വ്യൂസൊക്കെ നൽകുന്നതാണ്. താങ്ക് യു.